ഇറാൻ ഇസ്രയേൽ യുദ്ധം കൊടുമ്പിരി കൊള്ളുമ്പോൾ പശ്ചിമേഷ്യ അശാന്തമാവുകയാണ്. ഇസ്രയേലിനൊപ്പം അമേരിക്ക കളം നിറയുമ്പോൾ മറുവശത്ത് ഇറാൻ ഒറ്റയ്ക്കല്ല എന്നതാണ് വാസ്തവം. ചൈന എന്ന അമേരിക്കയ്ക്ക് ഈ ലോകത്തിൽ വെല്ലുവിളി ഉയർത്തുന്ന ഏക രാജ്യം ഇപ്പോൾ ഇറാന് അനുകൂലമാണ്. ചൈനയെ സംബന്ധിച്ച് ഇറാന് കൈകൊടുക്കുന്നതിൽ ചില താല്പര്യങ്ങളുണ്ട്. എന്നാൽ ഇറാൻ നിലവിൽ അതൊന്നും മുഖവിലക്കെടുക്കുന്നില്ല. രണ്ടും കൽപ്പിച്ച് ചൈനയിൽ നിന്ന് ഇറാൻ ആയുധങ്ങൾ സ്വന്തമാക്കുകയാണ്. ഇറാനെ അതിവേഗം കീഴ്പ്പെടുത്താമെന്ന ഇസ്രയേൽ മോഹങ്ങൾ ആകാശത്ത് വെച്ച് ചീറ്റുന്നതിന് പിന്നിലും ചൈനയാണ്. ഇന്ത്യൻ സമുദ്രാതിർത്തി ഉപയോഗിച്ചാണ് അമേരിക്കൻ പടക്കപ്പലുകൾ ഇറാനെ ലക്ഷ്യമിട്ട് നീങ്ങുന്നത്. ഇതിന് കേന്ദ്ര സർക്കാർ മൗനാനുമതി നൽകിയതിൽ പ്രതിഷേധം ശക്തമാണ്. ഇറാനെ തകർക്കുവാൻ പടക്കപ്പലുകൾ ഉപയോഗിക്കാനാണ് ഇസ്രയേൽ US ധാരണ. ഇവിടെയാണ് ചൈനയുടെ സഹായം ഇറാന് കൈമുതലാകുന്നത്. അമേരിക്കയെ കടലിൽ തന്നെ മുക്കാൻ ശേഷിയുള്ള ആയുധങ്ങൾ നേരത്തെ തന്നെ ഇറാന് ചൈന കൈമാറിയിരുന്നു. അന്ന് പക്ഷേ യുദ്ധമുണ്ടാകുമെന്ന ഉറപ്പൊന്നും ഇരു രാജ്യങ്ങൾക്കുമില്ലായിരുന്നു. എന്നാൽ പ്രതീക്ഷിച്ചതിലും നേരത്തെ ആ ആയുധങ്ങൾ ഇറാന് ആവശ്യമായി വന്നിരിക്കുകയാണ്. ചൈന തങ്ങളുടെ പക്കലുള്ള ഏറ്റവും അത്യാധുനികമായ J-20 സ്റ്റെൽത്ത് യുദ്ധവിമാനം ഇറാന് നേരത്തെ നൽകിയിരുന്നു. ഈ വിമാനത്തിന്റെ ചില പരിഷ്കരിച്ച മോഡൽ കൂടി ഇപ്പോൾ കൈമാറിയിരിക്കുകയാണ്. ഇറാന്റെ വ്യോമസേനാ മേധാവിക്ക് ചൈന ഔദ്യോഗികമായി തന്നെ നേരിട്ടാണ് വിമാനങ്ങൾ കൈമാറിയിരിക്കുന്നത്. ഇരു രാജ്യങ്ങളും തമ്മിൽ കൂടുതൽ ശക്തമാകുന്ന സൈനിക സഹകരണത്തിന്റെ പ്രകടമായ അടയാളമായാണ് പ്രതിരോധ വിദഗ്ധർ ഇതിനെ വിലയിരുത്തുന്നത്. റഡാറുകളുടെ കണ്ണുകൾ വെട്ടിച്ച് പടക്കപ്പലുകളിൽ നാശം വിതയ്ക്കാൻ ശേഷിയുള്ള യുദ്ധവിമാനം കൂടിയാണ് ഇതെന്ന രാഷ്ട്രീയ പ്രാധാന്യം കൂടിയുണ്ട്. അമേരിക്ക കടൽ വഴിയാണ് ഇറാനെ തീർക്കാനിറങ്ങുന്നത്. അമേരിക്കയുടെ പടക്കപ്പൽ ചാരമാകുന്നതോടെ യുദ്ധത്തിൽ ഇറാന് മേൽക്കൈയുണ്ടാകുമെന്നും പറയുന്നുണ്ട്. അമേരിക്കയുടെ A-22, A-35 വിമാനങ്ങൾക്ക് വെല്ലുവിളിയായി ചൈന വികസിപ്പിച്ചെടുത്ത J-20 ലോകത്തെ തന്നെ ഏറ്റവും മികച്ച യുദ്ധവിമാനങ്ങളിൽ ഒന്നായാണ് കണക്കാക്കപ്പെടുന്നത്. ചൈനീസ് വ്യോമസേനയുടെ കരുത്തായ J-20 വെറുമൊരു യുദ്ധവിമാനമല്ല, മറിച്ച് ശത്രുക്കളുടെ റഡാറുകളെ വെട്ടിച്ച് ആക്രമണം നടത്താൻ ശേഷിയുള്ള അത്യാധുനിക ആയുധമാണ്. ഈ വിമാനങ്ങളിൽ പുതിയ എഞ്ചിനുകളും ഏറ്റവും നൂതനമായ റഡാർ സംവിധാനങ്ങളും ചൈന ഘടിപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇത് വിമാനത്തിന്റെ വേഗതയും ദൂരപരിധിയും വർദ്ധിപ്പിക്കുന്ന ഘടകമാണ്. യുദ്ധഭൂമിയിൽ പൈലറ്റിന് വേഗത്തിൽ തീരുമാനങ്ങൾ എടുക്കാൻ സഹായിക്കുന്ന AI സംവിധാനങ്ങൾ J-20 സജ്ജീകരിച്ചിട്ടുണ്ട്. ഇത് ശത്രു വിമാനങ്ങളെയും മിസൈലുകളെയും തിരിച്ചറിയുന്ന കാര്യത്തിൽ കൂടുതൽ കൃത്യത നൽകുമെന്നാണ് പ്രതിരോധ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. J-20 പുതിയ വേരിയന്റുകൾക്ക് സമുദ്രത്തിലെ ലക്ഷ്യങ്ങളെ കൃത്യമായി ക്രമീകരിക്കാൻ സാധിക്കുമെന്ന് ചൈന വെളിപ്പെടുത്തിയിട്ടുണ്ട്. അമേരിക്കൻ വിമാനവാഹിനി കപ്പലുകൾക്ക് ഇത് വലിയ ഭീഷണിയാകുമെന്ന് US നാവികസേന തന്നെ വിലയിരുത്തുന്നുമുണ്ട്. നിരന്തരമായ അപ്ഗ്രേഡുകളിലൂടെ 2070 വരെ ഈ വിമാനം ചൈനീസ് വ്യോമസേനയുടെ ഭാഗമായി തുടരുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. 5ാം തലമുറയിൽ നിന്ന് 6ാം തലമുറയിലേക്കുള്ള മാറ്റത്തിന് സജ്ജമായാണ് ഇതിന്റെ രൂപകൽപ്പന. അമേരിക്കൻ വ്യോമസേനയ്ക്ക് വലിയ തലവേദനയാണ് J-20 സൃഷ്ടിക്കുന്നത്. ചൈനയുടെ ഈ പറക്കുന്ന ഭീകരരൂപം പസഫിക് മേഖലയിൽ US-ന്റെ ആധിപത്യത്തിന് ഭീഷണിയാണെന്ന് നാഷണൽ സെക്യൂരിറ്റി ജേണൽ റിപ്പോർട്ട് ചെയ്തു കഴിഞ്ഞു. USS എബ്രഹാം ലിങ്കനു പുറമെ ലോകത്തെ തന്നെ ഏറ്റവും വലിയ പടക്കപ്പലായ USS ജെറാൾഡ് ഫോർഡും പശ്ചിമേഷ്യയിൽ പ്രവേശിച്ചു കഴിഞ്ഞു. എബ്രഹാം ലിങ്കനെ കടലിൽ നിന്ന് കുഴിച്ചു മൂടാൻ ചൈനയുടെ ഈ വിമാനങ്ങൾ വഴി ഇറാന് സാധിച്ചേക്കാമെന്ന പേടി അവർക്കുണ്ട്. ചൈനീസ് സൈനിക അറ്റാഷെമാർ ഇറാൻ വ്യോമസേന കമാൻഡർ ബ്രിഗേഡിയർ ജനറൽ ബഹ്മാൻ ബഹ് മാർത്തുമായി കഴിഞ്ഞ മാസം നടത്തിയ കൂടിക്കാഴ്ചയിലാണ് ഈ വിമാനം നൽകാമെന്ന ധാരണയിലെത്തിയത്. സൈനിക സഹകരണത്തിലെത്തുന്ന രാജ്യങ്ങൾ തമ്മിൽ യുദ്ധവിമാനങ്ങൾ കൈമാറുന്നത് പതിവാണ്. ആ കീഴ്വഴക്കമാണ് ഇവിടെ ഇറാന് തുണയായിരിക്കുന്നത്. സാധാരണഗതിയിൽ ഇറാന് സഹായം നൽകുന്ന രാജ്യങ്ങളെ വിരട്ടിയും വിലപേശിയും പിന്തിരിപ്പിക്കുന്ന നയമാണ് അമേരിക്കയിൽ നിന്നുണ്ടാകുന്നത്. എന്നാൽ ഇവിടെ മറുവശത്ത് നിൽക്കുന്നത് ചൈനയാണ്. അതുകൊണ്ട് തന്നെ പ്രതിരോധം തീർക്കുക എന്ന പോംവഴി മാത്രമാണ് അമേരിക്കയ്ക്ക് മുന്നിലുള്ളത്. ഇറാൻ ചൈനയിൽ നിന്ന് J-20 വിമാനങ്ങൾ വാങ്ങുമോ എന്ന കാര്യങ്ങളിൽ ഔദ്യോഗിക സ്ഥിരീകരണമില്ലെങ്കിലും ഈ സമ്മാനം ഭാവിയിലെ വലിയ പ്രതിരോധ ഇടപാടുകളുടെ സൂചനയായാണ് വിലയിരുത്തപ്പെടുന്നത്. ഇറാനെതിരെയുള്ള ഉപരോധങ്ങൾ നിലനിൽക്കെ ചൈനയുമായുള്ള ഈ അടുപ്പം പശ്ചിമേഷ്യൻ അമേരിക്കൻ താൽപ്പര്യങ്ങൾക്ക് വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത്.